ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ പാചകമൊന്നുമല്ല. ഞാനും മോനും ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. അതിൽ ഞങ്ങൾ ഒരാഴ്ചയിലോ ചില ദിവസങ്ങളിൽ പോയി ഇരിക്കാറുണ്ട്. അങ്ങോട്ടാണ് ഞങ്ങൾ ഇന്ന് പോണത്. അവിടെ പോയിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് കാണാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ വണ്ടിയിലാണ് ഞങ്ങൾ സവാരി ചെയ്യണത്, ഞാനും എൻ്റെ മോനും. ഈ വണ്ടി ഞങ്ങൾ പാലക്കാട് വരെ ഞങ്ങൾ ഇതിൽ പോയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോണത് ഈ വണ്ടി തന്നെയാണ്. ഞങ്ങൾ വെള്ളയംകല്ല് പറയണ പാർക്കാണ് ഞാൻ പറഞ്ഞ പാർക്ക്. അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. ഇനി അവിടെ പോയിട്ട് കാണാം. ഇപ്പം നമ്മൾ പോണത് മെയിൻ ടൗണൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് പാടങ്ങളാണ്, കണ്ടില്ലേ? പാടങ്ങളും അതിലുള്ളിൽ കിളികളും കൊക്കികളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പം നെല്ല് കൊയ്ത് കഴിഞ്ഞത് കൊണ്ട് കിളികളൊന്നും കാണാനില്ല. നല്ല രസമല്ലേ കാണാൻ? കണ്ടില്ലേ? എല്ലായിടത്തും നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. ഈ പുഴയുടെ അടുത്തായത് കൊണ്ടാണ് ഈ പച്ചപ്പൊക്കെ ഇത്ര കാണുന്നത് കേട്ടോ. അതില്ലെങ്കിൽ എല്ലായിടത്തും കരഞ്ഞ് വരണ്ടുണ്ടാവും. ഇപ്പം ഇവിടെ പുഴയുടെ അടുത്തായ കാരണം വെള്ള നനവുണ്ടാവുമല്ലോ ഒരിച്ചിരിയെങ്കിലും. അപ്പോൾ അതാണ് ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ കാണുന്നത്. കണ്ടില്ലേ? പാടത്തൊക്കെ നല്ല പച്ചപ്പുണ്ട്. പോണ വഴിക്ക് കണ്ടില്ലേ പാടത്ത് കുട്ടികൾ പന്ത് കളിക്കണത്, ക്രിക്കറ്റ് കളിക്കണത്. ഈ നെല്ല് കൊയ്ത അങ്ങനെ തന്നെയാണ്. കുട്ടികളൊക്കെ ഈ സ്കൂളിൽ ലീവും കൂടിയല്ലേ, അപ്പോൾ അവർക്ക് നല്ല പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ നല്ല സൗകര്യമായിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ വെള്ളയംകല്ല് എത്തിയിട്ടുണ്ട്. ഇന്ന് തിരക്കൊന്നുമില്ല. ഇന്ന് ചൊവ്വാഴ്ച ആയ കാരണമാണ് ഒരു തിരക്കും ഇല്ലാത്തത്. ശനി ഞായറുമാണ് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. വണ്ടി നിർത്താനൊന്നും സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് നടന്നു പോണവർക്ക് പോലും നേരം പോലെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, വണ്ടികളെ തിരക്ക് കൊണ്ട്. മോന് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരട്ടെ, നമുക്ക് അതേവരെ ഇവിടെ നിൽക്കാം. ഞങ്ങളിവിടെയൊക്കെ വെറുതെ വന്ന് കണ്ടു പോണ ആളുകളായിരുന്നു. ഇപ്പം ഇതിന് ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 20 രൂപ ടിക്കറ്റാണ്. അപ്പം ഞങ്ങൾ രണ്ടാൾക്ക് 40 രൂപ ടിക്കറ്റ് കൊടുത്താണ് ഇപ്പം നമ്മൾ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഈ കൊച്ചു പാർക്കിൽ കയറി വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാണ് വെള്ളയംകല്ല് പാർക്ക് പറയുന്ന സ്ഥലം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും കയറി ഓടാനും എല്ലാത്തിനും നല്ല സ്ഥലമുണ്ട്. ഈ പാർക്ക് പറയണത് കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. വലിയവരൊക്കെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ചെറിയ മക്കളൊക്കെയാണ് കളിക്കാനുള്ളത്. എല്ലാവരും കളിക്കണ കണ്ടില്ല. വലിയ ആൾക്കാർക്ക് ഒന്നും ഒരു വോയിസ് ഇല്ല ഇവിടെ. ഈ തടയണയാണ് ഇവിടുത്തെ പാർക്ക് ഉണ്ടാവാൻ കാരണം തന്നെ ഇത് തന്നെയാണ്. ഇത് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു കുഞ്ഞു പാർക്ക് വന്നത്. ഇതാണ് ഈ കൊച്ചി പാർക്കിൻ്റെ ഒരു വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നതും ഇവിടെ വെള്ളം ഇല്ലാത്തതും ഒക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇവിടെ വെള്ളം നിൽക്കുമ്പോഴോ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ കാക്കകളും കുരുവികളൊക്കെ ഉണ്ടാവും. ഇന്നും ഒന്നിനെയും കാണാനില്ല. അതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ ഈ ചുമരുകളിലൊക്കെ ചിത്രം വരഞ്ഞു വെച്ചിരിക്കുന്നതും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ശനി ഞായറുമാണ് ഇവിടെ ഭയങ്കര തിരക്കാര്. ഈ പോയിന്റിലൊക്കെ ഒരുപാട് ആളുകളും കുട്ടികളും വലിയവരും ചെറിയവരൊക്കെ ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്പൺ സ്റ്റേജിലേക്ക് പോകാം. കണ്ട് ഇവിടെയൊക്കെ ഗാനമേളയൊക്കെ ഉണ്ടാവാറുണ്ട് ചില ദിവസങ്ങളിൽ. പെരുന്നാൾ, ഓണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ഗാനമേളയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ആളുകൾ ഇരിക്കുന്ന ഓരോരോ സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്ക് ആളുകളുണ്ടാവും ഇവിടെ. ഇവിടെ വരുന്നവർക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു പോയിൻ്റാണ് ഇത്. ഇവിടെ നിന്നിട്ട് ഒരു 4-5 പേർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റണ ഒരു സ്ഥലമാണ്. ഒരു കുടുംബത്തിന് ഇതിലിരുന്ന് ഫോട്ടോ എടുക്കാൻ, ചെറിയ കുടുംബങ്ങൾക്ക് അതിന് പറ്റിയ സ്ഥലമാണ്. ഈ പ്രൈമാണ് ഇത്. ഇനി പോണ സ്ഥലമാണ് നമുക്ക് നല്ല രസമുള്ള സ്ഥലം. സങ്കടങ്ങളൊക്കെ വന്നാൽ ഇവിടെ വന്നാൽ ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് തീരുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെ ഇരുന്നാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ
ഇത് കണ്ടില്ലേ, കുട്ടികളും മക്കളും കളിക്കുന്നതും വലിയവരും ചെറിയവരും എല്ലാവരും ഉണ്ടാവും. നല്ല രസമുണ്ടാവും. മനസ്സിൽ വിഷമിച്ച് വന്നാൽ ഇവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി, നമ്മൾ ഹാപ്പി ആയി പോവും. ചിരിക്കാത്തവരും ചിരിച്ചു പോവും ഇവിടെ വന്നാൽ. അത്രയ്ക്ക് കുട്ടികൾക്ക് കളിയുള്ള ഒരു സ്ഥലങ്ങളാണ് ഇവിടെ. ഇത് കണ്ടില്ലേ, ഇത് ഒരു പോയിൻ്റാണ്. ഊഞ്ഞാലുണ്ട്, കുട്ടികൾ ഊന്തി വരുന്നതുണ്ട്, ഓടി കളിക്കുന്നതുണ്ട്, എല്ലാ സ്ഥലവും നല്ല ഇതിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നാലും നമുക്ക് ഒരുപാട് കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാം. അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് പുഴയുടെ ഉള്ളിൽ പോയിട്ട് മണൽ തീരങ്ങളുടെ ഉള്ള കാഴ്ചകളും കൂടി കണ്ടിട്ട് പോകാം. പുഴയ്ക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് 2 പാക്കറ്റ് കടല വാങ്ങാം. കണ്ടില്ലേ കടല പൊതിയണ ഭംഗി. നല്ല ചൂടുള്ള കടലയും കൊണ്ട് നമുക്ക് പുഴയിൽ ഇറങ്ങിപ്പോകാം. ഇതാണ് നമ്മുടെ പുഴയിലുള്ള കാഴ്ചകൾ. കണ്ടില്ലേ, ഇവിടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുതിര സവാരി നടത്തുന്നുണ്ട്. ഒരാൾക്ക് 50 രൂപ എന്നാണ് പറഞ്ഞത്. എല്ലാവരും കയറണം, എല്ലാവരും കുട്ടികളെയും കയറ്റണം കേട്ടോ. കുട്ടികളെ പേടിയൊക്കെ മാറും കുതിരയിൽ കയറിയാലേ. കുതിര ഡപ്പ് ഡപ്പെന്ന് ഓടുമ്പോൾ കുട്ടികളെ പേടിയൊക്കെ അങ്ങ് മാറിക്കോളും. പേടിയുള്ള മക്കളെ വേണം കയറ്റാൻ. ഇവിടെയാണ് കുട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത്. അത് കണ്ടില്ലേ, ഒരു കുഞ്ഞു കുട്ടി വെള്ളത്തിലിറക്കിയിരിക്കണത് കണ്ട. അവർ കുളിക്കുക, കയ്യും കാലും കഴുകുക, അതൊക്കെ ഇവിടെയാണ്. നമ്മളിനി ഇതൊക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഈ വാങ്ങിയ കടലയും തിന്നിട്ട് പോകാം. നല്ല ചൂടുള്ള കടല കേട്ടോ. കയറി വരുമ്പോഴത്തേക്കും ഇരുട്ടായി. ഇനി നമുക്ക് അവിടെ കടയിൽ പോയിട്ട് നല്ല അടിപൊളി ഒരു നറുനണ്ടി കുടിക്കാം. ഇത് നമ്മുടെ വെള്ളയും കല്ലിലത്തെ സർബത്ത് കട, ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, ഇതൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മളൊരു നറുനണ്ടി കുടിക്കാൻ പോകുന്നത്, പാൽ സർബത്ത്. ഇതാണ് നമ്മുടെ അടിപൊളി നറുനണ്ടി. അടിപൊളി കേട്ടോ. ഞങ്ങൾ നല്ല അടിപൊളി ഒരു നറുനണ്ടി കുടിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇത്രയും ഞങ്ങൾ ഇവിടെ വന്നാൽ ചെയ്യാറുള്ളത്.